പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടമായിരുന്നു ത്വാഇഫ് യാത്ര. ഇസ്ലാം പ്രബോധനത്തിനായി അവിടെ ചെന്ന പ്രവാചകനെ അവിടുത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞും പരിഹസിച്ചുമാണ് നേരിട്ടത്. ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോര തടസ്സപ്പെട്ട് പ്രവാചകന്റെ പാദരക്ഷകൾ കാലിനോട് ഒട്ടിപ്പിടിച്ചിരുന്നു. വേദന കൊണ്ട് പുളയുമ്പോഴും അവിടുന്ന് ഒരു തണൽ തേടിയിരുന്നു. ആ സമയത്ത് പർവ്വതങ്ങളുടെ മാലാഖ പ്രവാചകന്റെ അരികിലെത്തി അനുവാദം ചോദിച്ചു. അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങ് ആജ്ഞാപിക്കുകയാണെങ്കിൽ ഈ 2 മലകൾക്കിടയിലിട്ട് ആ ജനതയെ ഞാൻ തകർത്തുകളയാം. കല്ലെറിഞ്ഞവരോടും തന്നെ വേദനിപ്പിച്ചവരോടും പകരം ചോദിക്കാൻ ലഭിച്ച സുവർണാവസരം. പക്ഷേ കാരുണ്യക്കടലായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: വേണ്ട, അവർ അറിവില്ലാത്തവരാണ്. അവരുടെ തലമുറയിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു ജനത വരാതിരിക്കില്ല. നമ്മളെ വേദനിപ്പിച്ചവരോട് പകരം വീട്ടാൻ നമുക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് വിട്ടുവീഴ്ച ചെയ്യാനും സാധിക്കുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ വിജയം. ഈ റമളാനിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ പകകൾ കഴുകിക്കളയാം. അള്ളാഹു നമുക്ക് മാപ്പ് നൽകുന്നത് പോലെ നമ്മെ വേദനിപ്പിച്ചവർക്ക് നമുക്കും മാപ്പ് നൽകാം.